ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രത്തിന്റെ വികസന യാത്രയിൽ യുവജന പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗാർ മേളയിലൂടെ കേന്ദ്ര സർക്കാർ നിയമനം ലഭിച്ച 71,000-ലധികം പേരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ യുവാക്കൾക്ക് സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ലക്ഷദ്വീപ് സന്ദർശിച്ചു. കൊച്ചിയിൽ നടക്കുന്ന മെട്രോ റെയിൽ, വാട്ടർ മെട്രോ അവലോകന യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്തെ വന നിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള രഥഘോഷയാത്രയ്ക്ക് ഊഷ്മള സ്വീകരണം. വാർത്തകൾ വിശദമായി. 2047ഓടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രത്തിന്റെ വികസന യാത്രയിൽ യുവജന പങ്കാളിത്തം അനിവാര്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിവിധ കേന്ദ്ര വകുപ്പുകളിൽ പുതുതായി നിയമനം ലഭിച്ച 71,000-ലധികം പേർക്ക് നിയമന പത്രം കൈമാറുന്ന റോസ്ഗാർ മേളയെ ഓൺലൈനായി അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 45 ഇടങ്ങളിലാണ് ഇന്ന് റോസ്ഗാർ മേള നടന്നത്. ഇന്ത്യയുടെ മുന്നോട്ടുള്ള യാത്രയിലെ സുപ്രധാന ഘടകം യുവത്വമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാജ്യത്തെ യുവാക്കൾക്ക് സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റോസ്ഗാർ മേളയെന്നും അദ്ദേഹം പറഞ്ഞു. റോസ്ഗാർ മേളയുടെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ഗ്രൂപ്പ് സെന്ററിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ ഹൃദയവും ആത്മാവും യുവത്വമാണെന്നും ശ്രീ സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. You are now an integral part of India's journey forward. Work with pride, passion, and integrity. You are the torchbearers of a new India. Your success will inspire others. Your efforts, which will render fruitfulness, will uplift your families, and overall, this will be a message to the younger generations to follow your fruitful path. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ അഗത്തി ദ്വീപിലെത്തി. ഊർജ്ജ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കവരത്തിയിൽ നടക്കുന്ന പ്രത്യേക അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ഉച്ചയ്ക്ക് ശേഷം കൊച്ചിയിൽ മെട്രോ റെയിൽ, വാട്ടർ മെട്രോ എന്നിവയുടെ അവലോകന യോഗങ്ങളിലും കേന്ദ്രമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്തെ വന നിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. വിഷയത്തിൽ സർക്കാരിന് മുൻവിധിയില്ലെന്നും ഇപ്പോഴുള്ളത് അനാവശ്യ വിവാദമാണെന്നും മന്ത്രി കോഴിക്കോട്ട് പറഞ്ഞു. ഇടുക്കി കട്ടപ്പനയിൽ ജീവനൊടുക്കിയ വ്യാപാരി സാവുവിന്റെ കുടുംബത്തിന് പണം ഉടൻ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി VN വാസവൻ. മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ബാങ്ക് ജീവനക്കാർ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്രയ്ക്ക് പത്തനംതിട്ട ടൌണിൽ സ്വീകരണം നൽകി. ഇന്നലെ രാവിലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ് ശബരിമല സന്നിധാനത്തേക്കുള്ള യാത്ര ആരംഭിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നഗരവീഥികളെ ഭക്തി നിർഭരമാക്കി ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് തങ്കയങ്കി രഥഘോഷയാത്ര കടന്നുപോകുന്ന പത്തനംതിട്ട ടൌൺ പ്രദേശമാകെ. മുത്താരമ്മൻ കോവിൽ, ശാസ്താക്ഷേത്രം എന്നിവിടങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഘോഷയാത്ര കടമനിട്ട ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേരും. ഇന്ന് രാത്രി കോന്നി മുരിങ്ങമംഗലം ക്ഷേത്രത്തിലും നാളെ പെരുനാട് ശാസ്താക്ഷേത്രത്തിലും രാത്രി വിശ്രമം നടത്തി 25-ന് വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. ഇന്ന് രാവിലെ നട തുറന്നതു മുതൽ 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 45,475 തീർത്ഥാടകർ ദർശനം നടത്തി. മണ്ഡലപൂജയ്ക്ക് മുന്നോടിയായി ദേവസ്വം ജീവനക്കാരുടെ കർപ്പൂര ദീപ ഘോഷയാത്ര ഇന്ന് നടക്കും. കൊടിമര ചുവട്ടിൽ നിന്ന് ആരംഭിക്കുന്ന ഘോഷയാത്ര ഫ്ളൈ ഓവറിലൂടെ മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിലെത്തി വാവരുനട വഴി 18-ാം പടിക്ക് സമീപമാണ് അവസാനിക്കുക. വനിതാ ശിശു വികസന വകുപ്പിന് കീഴിലെ സ്മാർട്ട് അങ്കണവാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം വ്യാഴാഴ്ച കണ്ണൂർ മട്ടന്നൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. സംസ്ഥാനത്താകെ 30 സ്മാർട്ട് അങ്കണവാടികളാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. വിശാലമായ ശിശു സൌഹൃദ ക്ലാസ് റൂം, ശുചിമുറികൾ, സുരക്ഷിത ഫൈബർ ഫ്ലോറിംഗ്, കളിപ്പാട്ടങ്ങൾ എന്നിവയാണ് സ്മാർട്ട് അങ്കണവാടികളിൽ ഒരുക്കിയിട്ടുള്ളത്. ചടങ്ങിൽ മന്ത്രി വീണ ജോർജ് അധ്യക്ഷയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
രാഷ്ട്ര വികസനത്തിനും വളർച്ചയ്ക്കും നിർണായക സംഭാവനകൾ നൽകുന്ന കർഷകരോടുള്ള ആദര സൂചകമായി രാജ്യം ഇന്ന് ദേശീയ കർഷക ദിനം ആചരിക്കുന്നു. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ജന്മവാർഷികമാണ് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത്. ചൌധരി ചരൺ സിംഗിന്റെ 122ാം ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ കിസാൻ ഘട്ടിൽ പുഷ്പചക്രം അർപ്പിച്ചു. ദരിദ്രരുടെയും കർഷകരുടെയും അഭ്യുദയകാംക്ഷിയായിരുന്നു ഭാരതരത്ന ചൌധരി ചരൺ സിംഗിന്റെ അർപ്പണ മനോഭാവവും സേവനവും എല്ലാവർക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കർദിനാളുമാർ, ബിഷപ്പുമാർ തുടങ്ങിയവരുമായി അദ്ദേഹം ആശയവിനിമയം നടത്തും. ക്രിസ്തുമസിന് 2 ദിവസം ശേഷിക്കെ സംസ്ഥാനത്ത് വിപണികൾ സജീവം. ക്രിസ്തുമസ് പുതുവത്സരാഘോഷത്തിന് മാറ്റുകൂട്ടാൻ നഗരങ്ങളും ഗ്രാമങ്ങളും ദീപാലംകൃതമായി കഴിഞ്ഞു. കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയറിൽ വിവിധ രൂപങ്ങളിലൊരുക്കിയ അലങ്കാര ദീപങ്ങൾ പൊതുജനങ്ങൾക്ക് കൌതുകമായി. മന്ത്രി PA മുഹമ്മദ് റിയാസാണ് കഴിഞ്ഞ ദിവസം ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് തുടക്കമിട്ടാണ് ഇലിമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന പ്രമേയത്തിൽ വിനോദസഞ്ചാര വകുപ്പ് മാനാഞ്ചിറയിൽ ന്യൂ ഇയർ ലൈറ്റ് ഷോ ഒരുക്കിയിരിക്കുന്നത്. സ്നോ വേൾഡ് തീമിലാണ് ഇത്തവണ ദീപാലങ്കാരം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബീച്ചിലെ ലൈറ്റ് ഹൌസ്, കോർപ്പറേഷൻ ടൗൺ ഹാൾ, ഓൾഡ് കോർപ്പറേഷൻ ബിൽഡിംഗ് എന്നിവ കൂടി ദീപാലങ്കൃതമാക്കുന്നതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ചിരപുരാതന ക്ഷേത്രങ്ങളായ തളി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം എന്നിവയുടെ അസാൾട്ട് ലൈറ്റിംഗ് പദ്ധതിയും ഭരണാനുമതിക്കായി കാക്കുകയാണ്. ISL ഫുട്ബോളിൽ ഇന്ന് ഹൈദരാബാദ് FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുഹമ്മദൻ എസ്സിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു. പ്രാദേശിക ജനതയുടെ ഉന്നമനത്തിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഇടപെടലുകൾ നടത്താനാകുമെന്ന് മന്ത്രി P. പ്രസാദ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ സ്പോർട്സ് ആണ് ലഹരി പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ച കനോയിംഗ്, കയാക്കിംഗ് പരിശീലനത്തിനായി വാങ്ങിയ ബോട്ടുകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് മുന്നോടിയായി ചാലിയം, ബേപ്പൂർ ബീച്ചുകൾ ശുചീകരിച്ച് മാലിന്യമുക്തമാക്കും. ഇന്ന് ചാലിയത്തും നാളെ ബേപ്പൂരിലുമാണ് മാസ് ക്ലീനിംഗ് ഡ്രൈവ്. ഈ മാസം 27 മുതൽ 29 വരെയാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടക്കുന്നത്. വയനാട് പാക്കം കുറുവ ഇക്കോ ടൂറിസം കേന്ദ്രത്തിൽ സഞ്ചാരികളെ ആകർഷിച്ച് ചങ്ങാട സവാരി. ചങ്ങാട സവാരി പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. വിശദാംശങ്ങളുമായി വയനാട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. കൂടുതൽ സഞ്ചാരികളെ ഉൾക്കൊള്ളാനാണ് ദ്വീപിൽ സൗകര്യം വർദ്ധിപ്പിച്ചത്. 4 ചെങ്ങാടകളാണ് ഇപ്പോൾ ഉള്ളത്. ഒന്നിൽ 5 പേർക്ക് സഞ്ചാരം നടത്താം. 20 മിനിറ്റിന് 400 രൂപ നൽകണം. ചങ്ങാടത്തിലൂടെ കുർവാ ദ്വീപിലെ ഭംഗി ആസ്വദിച്ച് യാത്ര ചെയ്യാനും കഴിയും. നിബിഡമായ പാക്കം പ്രദേശത്തു കൂടി ദ്വീപിലേക്കുള്ള യാത്ര ജില്ലയുടെ പുറത്തുനിന്നും വരുന്നവർക്ക് ഏറെ പ്രിയങ്കരമാണ്. പാക്കം ഭാഗത്തുകൂടിയുള്ള പ്രവേശനം പാക്കം കുർവാ സംരക്ഷണ സമിതിയും പാൽവെളിച്ചം ഭാഗം DTPCയുമാണ് നിയന്ത്രിക്കുന്നത്. ശബരിമല തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുക്കുഴി, അഴുതക്കടവ് കാനനപാതയിലെ സഞ്ചാര സമയം 1 മണിക്കൂർ ദീർഘിപ്പിച്ച് ഇടുക്കി ജില്ലാ കളക്ടർ. അഴുതക്കടവിലെ പ്രവേശന സമയം രാവിലെ 7 മുതൽ ഉച്ചതിരിഞ്ഞ് 3:30 വരെയും മുക്കുഴിയിലെ പ്രവേശന സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 4 വരെയുമായിരിക്കും. അതേസമയം സത്രത്തിലെ പ്രവേശന സമയം രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 വരെ എന്നുള്ളത് തുടരും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 486 പോയിന്റ് ഉയർന്ന് 78,528-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 170 പോയിന്റ് നേട്ടത്തിൽ 23,757-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. സ്വർണം ഗ്രാമിന് 7,100 രൂപയും പവന് 56,800 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ കാണാതായ സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി AK ശശീന്ദ്രൻ. സൈന്യത്തിന്റെ സഹായവും ഇക്കാര്യത്തിൽ തേടിയതായി മന്ത്രി അറിയിച്ചു. പൂനെയിൽ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട വിഷ്ണുവിനെ കഴിഞ്ഞ ബുധനാഴ്ച മുതലാണ് കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രത്തിന്റെ വികസന യാത്രയിൽ യുവജന പങ്കാളിത്തം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റോസ്ഗാർ മേളയിലൂടെ കേന്ദ്ര സർക്കാർ നിയമനം ലഭിച്ച 71,000-ലധികം പേരെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. രാജ്യത്തെ യുവാക്കൾക്ക് സുരക്ഷിത ഭാവി ഉറപ്പാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റോസ്ഗാർ മേളയെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര ഊർജ്ജ നഗരകാര്യമന്ത്രി മനോഹർ ലാൽ ലക്ഷദ്വീപ് സന്ദർശിച്ചു. കൊച്ചിയിൽ നടക്കുന്ന മെട്രോ റെയിൽ, വാട്ടർ മെട്രോ അവലോകന യോഗങ്ങളിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനത്തെ വന നിയമ ഭേദഗതിയിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്കയങ്കിയുമായുള്ള രഥഘോഷയാത്രയ്ക്ക് ഊഷ്മള സ്വീകരണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.